ഡോക്ടർ, അപ്പോൾ ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിംസിനാണെങ്കിൽ ഇങ്ങനെ നിസ്കരിക്കാനും അതുപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മുട്ട് കുത്തി പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കുമോ? പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻഫാക്ട് സർജറി ചെയ്യാൻ പലർക്കും ഭയം ഉണ്ടാക്കുന്ന ഒരു റീസണും ഈ ഒരു കാരണം പലപ്പോഴും പറയാറുണ്ട്. നിസ്കരിക്കാൻ ഉള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുർബാനയൊക്കെ കൊള്ളാനൊക്കെ, അല്ലെങ്കിൽ കുമ്പസാരിക്കാനൊക്കെ മുട്ടുകുത്തി നിൽക്കുന്ന സ്ഥലത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ പ്രകൃതി നമുക്ക് തന്ന ആ ഒരു ജോയിന്റും മനുഷ്യരുണ്ടാക്കി തന്ന ജോയിന്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പ്രകൃതി തന്ന ജോയിന്റ് എത്രയോ ഡെക്കേഡ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പലപ്പോഴും അല്ലേ. പക്ഷേ മനുഷ്യർ തന്ന ജോയിന്റ് ചിലപ്പോൾ 20 വർഷം 30 വർഷം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ പുതിയതായിട്ട് വെക്കുന്ന ഇംപ്ലാന്റിന്റെ മൈലേജ് കൂട്ടാൻ വേണ്ടി എക്സ്ട്രീം ആയിട്ടുള്ള മൂവ്മെന്റ്സ് കഴിയുന്നതും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട്, പിന്നെ എന്നാലും ആൾക്കാരുടെ ഡിമാൻഡും ആഗ്രഹങ്ങളൊക്കെ കാരണം സർജറി കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് സ്കീയിങ്ങിന് പോകണം, ചില ആൾക്കാർക്ക് ശബരിമല കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊന്നും തടയുന്നത് ശരിയല്ല. അവരുടെ ആവശ്യങ്ങളും യൂസിനും വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും അതൊരു എക്സ്ട്രീം മൂവ്മെന്റ്സിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായിരിക്കും നല്ലത്. എന്നാലും ഒരു താൽക്കാലം ജസ്റ്റ് ഒന്ന് ഒരു നിസ്കരിക്കാൻ ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞൊന്ന് നിസ്കരിക്കോ, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുട്ട് കുത്തി എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ ജസ്റ്റ് ഒന്നൊരു ഒരു അരമിനിറ്റോ 1 മിനിറ്റോ ഒക്കെ ഇരിക്കുന്ന ഒന്നും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട സാഹചര്യം ഇല്ല. ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ആ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.